ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പാലക്കാട്ട് നല്ല നിലയിൽ ഉള്ളൊരു വിജയപ്രതീക്ഷയാണ് LDFനുള്ളത്. ബാക്കിയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള എക്സിറ്റ് പോളുകളും മറ്റൊക്കെ സാധാരണ വരുന്നതാണ്. അതൊക്കെ എക്സിറ്റ് പോളും എക്സാക്റ്റ് പോളും തമ്മിലുള്ള വ്യത്യാസം നാളെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കെല്ലാം ബോധ്യപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുക. ദേശീയ തലത്തിൽ തന്നെ BJPയുടെ സ്വാധീനം നല്ല നിലയിൽ കുറയുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നത് ഉറപ്പുള്ള കാര്യമാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങളുടെ ഒരു പൊതുകിടപ്പ്. അത് BJPക്ക് സീറ്റ് കിട്ടുമെന്ന് സർവേകളിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സർവേ ഒന്നും ബലവത്തായിട്ടില്ല എന്നുള്ളതാണ് അനുഭവം. സർവേ നടത്തുന്ന ഏജൻസികൾക്ക് ഉള്ള രാഷ്ട്രീയ പക്ഷപാതിത്വവും പലപ്പോഴും ഈ സർവേകളിൽ പ്രകടമാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സർവേ നടത്തിയപ്പോൾ ഒരു പ്രത്യേക മാധ്യമത്തിൽ ഞാൻ കണ്ടത് ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന സഖാവ് K. രാധാകൃഷ്ണനും നമ്മുടെ മുഹമ്മദ് റിയാസും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്നാണ് സർവേയിൽ പറഞ്ഞത്. സർവേയിൽ ജയിക്കില്ല എന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ ആ നിയോജകമണ്ഡലത്തിലെ എല്ലാ ബൂത്തിലും ലീഡ് ചെയ്താണ്. എല്ലാ ബൂത്തിലും അങ്ങനെയാണ് രാധാകൃഷ്ണൻ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ സർവേ നേരം മറിച്ചാൽ പറഞ്ഞത് ഇദ്ദേഹം തോൽക്കാൻ പോകണമെന്നാണ്. റിയാസ് വലിയ ഭൂരിപക്ഷത്തിനാണ് ബേപ്പൂരിൽ നിന്ന് ജയിച്ചത്. സർവേ നടത്തുന്ന ഏജൻസികളുടെ പക്ഷപാതിത്വം ചില സർവേ റിപ്പോർട്ടുകളിൽ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് സർവേനെ മാനദണ്ഡമാക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മാധ്യമങ്ങൾക്കും ഒരു രാഷ്ട്രീയ സമീപനവും രാഷ്ട്രീയ പക്ഷപാതിത്വമുണ്ട്. സർവേകളിലും സ്വാഭാവികമായിട്ട് ആ രാഷ്ട്രീയ പക്ഷപാതിത്വം പ്രകടമാവുന്നുണ്ട്. ഇപ്പോൾ റിപ്പബ്ലിക് TV എന്ന് പറഞ്ഞൊരു TV ഉണ്ടായിരുന്നല്ലോ നമ്മളെ ഇന്ത്യയിൽ. ആ റിപ്പബ്ലിക് TVയുടെ ഒരു പൊതു റോളെന്താ എല്ലായ്പ്പോഴും അവർ വഹിച്ചു വന്നിട്ടുള്ള റോളെന്താ വലിയ തീവ്ര ഹിന്ദുത്വ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. അതിപ്പോൾ അവരുടെ ഒരു നിലപാടുണ്ടാവും. സ്വാഭാവികമായിട്ടും അതിൻ്റെ അനുഭാവം രാഷ്ട്രീയമായ പക്ഷപാതിത്വം സർവേ റിപ്പോർട്ടുകളിൽ പ്രകടമാവും. ഒരു സംശയമില്ല. ഇത്തവണ ഇവിടെ വന്നിട്ടുള്ള ഈ സർവേ റിപ്പോർട്ടുകൾ ദേശീയ തലത്തിലായാലും സംസ്ഥാനത്തെക്കുറിച്ചുള്ളതായാലും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അകലെ നിൽക്കുന്നതാണ് എന്ന് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. പോളിംഗ് ശതമാനത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനമാണ്. ഇപ്പോൾ കേരളത്തിലെ 3 മുന്നണികളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, UDF, BJP. ഈ 3ഉം തമ്മിലുള്ള രാഷ്ട്രീയ ബലാബലത്തെക്കുറിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ രാഷ്ട്രീയ ബലാബലം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരിക. അങ്ങനെ കണ്ടാൽ മതി. അത് രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം എത്ര പേർ, UDFനൊപ്പം BJPക്കൊപ്പം, ആ രാഷ്ട്രീയ ബലാബലമാണ്. അതൊന്നും ശതമാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ഇല്ലാതാവുന്നതും വലിയ തോതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതല്ല. വളരെ ചെറിയ സ്വാധീനം. ഇപ്പോൾ പോളിംഗ് കുറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പ്രത്യേക സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് കേരളത്തിൽ പറയാൻ കഴിയില്ല. പോളിംഗ് കുറഞ്ഞതുകൊണ്ട് പിന്നെ ജയിച്ച അനുഭവമില്ല. പോളിംഗ് കൂടിയതുകൊണ്ട് തോറ്റ അനുഭവം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് പോളിംഗ് കൂടിയ സന്ദർഭത്തിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് ജയിച്ച അനുഭവമുണ്ട്. പോളിംഗ് കുറഞ്ഞപ്പോഴും ജയിച്ചിട്ടുണ്ടോ. ആ പോളിങ്ങിൻ്റെ ശതമാനമല്ല അടിസ്ഥാനപരമായി. പോളിംഗ് ശതമാനങ്ങൾ മറ്റൊട്ടേറെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, വോട്ടർ പട്ടികയായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ ഘടകങ്ങളിലുണ്ടാവും.